ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും ഞാൻ ടീച്ചറോട് കാര്യം പറഞ്ഞിട്ട് തന്നെ പോവാം. അതാണ് ആ അവനറിയാലോ കാര്യങ്ങളൊക്കെ. മാറി നിക്കടി അങ്ങോട്ട്. പെങ്ങള് വീട്ടിലുണ്ടോന്ന് വിളിച്ചു നോക്കടാ, എന്നിട്ട് കച്ചമുറുക്കി വാ. വിളിക്കടാ. വിളിച്ചിട്ടില്ലെങ്കിൽ ചത്താലും വേണ്ടില്ല, യവനെ കൊന്നിട്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. ഹലോ. ആ അമ്മച്ചി, ഡേസി അവിടെ ഉണ്ടോ നോക്കിയേ. ഇല്ല, ഇവിടെ എങ്ങും അവളില്ല. അവിടെ ഇല്ലെന്നാ പറയുന്നേ. എടാ, നീ അവരോട് ബെഡ്റൂമിൽ ചെന്ന് നോക്കാൻ പറ. അവൾ അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. തണുപ്പല്ലേ, രാവിലെ പഠനമുറി കാണാൻ സാധ്യതയില്ല. ഉണ്ടോന്ന് വിളിച്ചു നോക്കടാ. അമ്മച്ചി, ബെഡ്റൂമിൽ നോക്കിയേ. ആ നോക്കട്ടെ. ആ ഇവിടെ ഉണ്ടടാ. അവൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ശരി, ഞാൻ വിളിക്കാം. എന്താടാ? അവിടെ ഉണ്ടെന്ന്. എടാ, അവൾ എവിടെ ഇരുന്ന് പഠിക്കുന്നു, എവിടെ കിടന്നുറങ്ങുന്നു, അവൾ അവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നിന്റെ അമ്മച്ചിയൊക്കെ തിട്ടവാ എനിക്ക്. അപ്പോ മകളെ കിട്ടി അല്ലേ? ഡാ യോഹന്നാനെ, നിന്റെ ഈ സ്വഭാവം കാരണം നിന്റെ മോൾ ഇനിയും എവിടേക്കെങ്കിലും ഒക്കെ ഓടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ ഇവിടെ ഉണ്ടാവുമെന്നും കരുതി ഓടിക്കേറി ഇങ്ങ് വന്നേക്കരുത്. ഇത് അഗതി മന്ദിരവും സത്രമൊന്നും അല്ല വരുന്നവർക്കും പോകുന്നവർക്കും കയറി താമസിക്കാൻ. ഞാനിവിടെ സൗജന്യ ഭക്ഷണവും കൊടുക്കുന്നില്ല. ഈ പറഞ്ഞത് ഒന്ന് ഓർമ്മയില് വെക്കാനാ. എടാ ഡേവിസേ, നീ കെട്ടാൻ നടക്കുന്ന പെണ്ണ് ഇന്നലെ രാത്രി എന്റെ കൂടെ ആയിരുന്നടാ. അവളുടെ മനസ്സും ശരീരവും ഒക്കെ ഈ ശിവം വില പറഞ്ഞു വെച്ചിരിക്കുന്നതാ. ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവൻ കെട്ടാൻ പോവരുത്. കെട്ടിയാൽ ആ കെട്ട് കുരുക്കാവും, ഓർത്തോ. ഇനി എന്ത് കാഴ്ച കാണാൻ നിൽക്കുക? ഇറങ്ങി പോടാ. എടാ മഹേന്ദ്ര, ഇതുകൊണ്ടെല്ലാം അവസാനിച്ചൊന്നും നീ കരുതണ്ട. നീ ചെവി നുള്ളിക്കോ. ഈ വീട്ടുമുറ്റത്ത് ഇനിയും വരേണ്ടി വന്നാൽ അതിനർത്ഥം നീ മുച്ചൂടും മുടിയുമെന്ന. അത് പിന്നെ അച്ഛനും മകനും അതെ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. എടാ, ഇതിലും വലിയ പ്രളയം വന്നിട്ട് പുല്ലുപോലെ നിന്നവനാ ഞാൻ. പിന്നല്ലടാ ഈ നീർച്ചാല്. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടുമുറ്റത്തുനിന്ന്. ഇല്ലെങ്കില് പടമായിട്ട് ഭിത്തിയിൽ കയറുമെല്ലാം. അച്ഛൻ കൽപ്പിക്കും, ഞാൻ അങ്ങ് ചെയ്യും. നിങ്ങൾ അവിടെ നിന്ന് കൊള്ളും. അതിനിടവരുത്താതെ പോവാൻ നോക്ക്. വീട്ടിൽ പോയി ചട്ടിക്ക് എണ്ണം കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ അത് പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കേണ്ടി വരും. എടാ, ഇനി ഒരിക്കൽ കൂടി എനിക്ക് ഇവിടേക്ക് വരേണ്ടി വന്നാൽ പിന്നെ നീ ഭൂമിക്ക് മേളിൽ ഉണ്ടാവില്ല. നിന്നോടും കൂടിയാ. വരണ്ട. ശിവ, ആ ഗേറ്റ് അങ്ങ് ചാരിയരടാ. ഇല്ലെങ്കില് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവ് പട്ടികൾ ഒരു വകതിരിവും നോക്കാതെ വന്ന് കേറും. കന്നിമാസമൊന്നും ഇപ്പൊ പട്ടികൾ നോക്കുന്നില്ലടാ. കൂട്ടത്തോടെ ഇറങ്ങി നടക്കുക. ഓടാ, വണ്ടി കയറാ.
ആ രണ്ടുപേരും ഇറങ്ങിക്കോ. ആ വാ അച്ഛൻ വരാ. ഇങ്ങോട്ട് ചാടറി എന്റെ അമ്മേ. അപ്പൊ ഉച്ചക്ക് വിളിക്കാൻ വരുമല്ലോ. ഹാ അതെന്ത് ചോദ്യാണ് ഇഷ്ട? ആ കാര്യം ഇപ്പൊ ടീച്ചറോട് പറഞ്ഞിട്ടല്ലേ ഞാനിപ്പോ പോളൂ. അപ്പൊ വിഷ്ണു ടീച്ചറിനെ കാണുന്നുണ്ടോ? പിന്നെ കാണാതെ. എടി നമ്മള് പോണ കാര്യം ടീച്ചറോട് പറയണ്ടേ? ആ നടന്നേ, പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, പോട്ടെ നമുക്ക്. അതിന് ടീച്ചർ ഇപ്പൊ വന്നതാണോ? വിഷ്ണു അച്ഛൻ ചിലപ്പോ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ എന്നും വൈകി വരുന്ന ഒരാൾ ടീച്ചറാ. എന്തായാലും ഞാൻ ടീച്ചറോട് കാര്യം പറഞ്ഞിട്ട് തന്നെ പോവാം. അതാണ്. ആ അടി വിഷ്ണു അച്ഛാ. ഇതെന്താ അമ്മേ, ഹോമത്തിന് ചെത്തിപ്പ് മാത്രമേ എടുക്കത്തുള്ളോ? മൃത്യുഞ്ജയ ഹോമത്തിനെ കറുകയും എള്ളും ചിറ്റമൃത് വള്ളിയും ഒക്കെയാ പ്രധാനം. ചെത്തിപ്പൂ നമുക്ക് ക്ഷേത്രത്തിൽ കൊടുക്കാനാ വാങ്ങിയത്. കറുകയോ? ആ അതാ സത്യാമ്മ അവിടെ കഴുകി ഉണക്കി പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓ, ഹോമത്തിലിടുന്ന 7 ദ്രവ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഈ കറുക തന്നെയാ. അതെ, ഇതാണ് കറുക. ഇത് കാണാത്തവരൊക്കെ കണ്ടോ? ഇനി കണ്ടില്ലെന്ന് ആരും പറയരുത്.